നമ്മളിവിടെ ക്ലീൻ ആക്കണ്, ഒരാളവിടെ കടല തിന്നണം. ആസ്വദിച്ച് കടല തിന്നണണ്ടാ. കുറച്ച് നേരം നോക്കിയപ്പോൾ മൂപ്പരെ കാണാനില്ല. അപ്പം കടല തിന്നാണ്. ആ സ്റ്റൈലായിക്കണേ. ഇല്ല 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 ഇല്ല. ഊയി തിന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലാറ്റ് കാര്യാക്കൽ വിറ്റൊഴിവാക്കൽ ദിവസമാണ്. മൊത്തം പരന്നെടുക്കും. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മളത് കെട്ടിയിടാക്കാൻ ഇൻഷാ അല്ലാ. ഞങ്ങൾ കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ഈ ഒരു ഫ്ലാറ്റിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഈ ഒരു ഫ്ലാറ്റിനോട്. പക്ഷേ ഈ ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ നിന്നതിന് ശേഷം ഞങ്ങൾക്കിതുവരേക്കും ഒരു വല്ലാത്തൊരു ഫീലാണ് വന്നത്. തിരൂർ തന്നെയുള്ള ഫ്ലാറ്റ്, പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരും, അങ്ങനെ. അപ്പം ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാക്കും എൻ്റെ നാത്തൂനിക്കൊക്കെ ഒന്നുകൂടെ നമ്മൾ ഫ്ലാറ്റിൽ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അവർ വന്നതാട്ടോ. അവർ വന്ന നന്നായി. അതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ കുറേ റെഡിയാക്കി തന്നു. ഞാനും ഇക്കയും കൂടി കുറേ നേരം വെച്ചിട്ടാണ് ഇതൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ അവർ വന്നപ്പോൾ ഭയങ്കര ഫാസ്റ്റായി. അനിയത്തിയും നാത്തൂനും എല്ലാവരും കൂടി അങ്ങോട്ട് എല്ലാം കൂടിയാണ് സെറ്റാക്കി തന്നു. അപ്പോൾ ഞങ്ങളൊരു മഗ്‌രിബിന് ശേഷം ഇവിടുന്ന് ഷിഫ്റ്റ് ആക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്തൊരു ശബ്ദമൊക്കെ കേട്ടത്. അപ്പം മഴ. ഇത്രയും ദിവസം മഴക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നൊരു ദിവസമായിരുന്നു. അപ്പോഴാണ് ആ ഒരു ദിവസം, ആ ഒരു മൊമെൻ്റ് ഞങ്ങൾ പെട്ടികളൊക്കെ പുറത്ത് വെച്ചപ്പോൾ വന്നത്. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറിയൊരു ആപ്പ വണ്ടി വിളിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ മഴ പെയ്തുകൊണ്ട്, അതും അത്രയും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇഷ്യൂലായിപ്പോയി അത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ അവിടെ പുറത്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു മഴ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അത്രയും മഴത്ത് മഴയും കാറ്റും ഇടിയും മിന്നലും എല്ലാം കൂടിയായിട്ട് ഒരു സംഭവം തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെയുള്ള സാധനങ്ങൾ കുറേയൊക്കെ ഇവിടെ തന്നെ ഉള്ളത് തന്നെയാണ്. ഫേർണിച്ചേഴ്സൊക്കെ ഇവിടെ തന്നെ ഉള്ളത് തന്നെയാണ്. പിന്നെ പാത്രങ്ങളാണെങ്കിലും കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളുണ്ട്, ഞാൻ കൊണ്ടുവന്ന പാത്രങ്ങളുണ്ട്, നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളുണ്ട്. എല്ലാം കൂടിയായിട്ട് നമുക്കതൊക്കെ ഒന്ന് വേർതിരിച്ച് മാറ്റും വേണം. ഇവിടെ നിന്ന് കുറച്ചൊന്ന് ക്ലീൻ ആക്കിയിടും വേണം. അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. മഴയും കൂടി പെയ്തപ്പോൾ പിന്നെ പറയും വേണ്ട. ഞങ്ങളിവിടെ വന്നപ്പോഴും മഴ, പോകുമ്പോഴും മഴ. ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് കയറുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു, പോകുന്ന സമയത്ത് ഇന്നാണ് ആദ്യമായിട്ട് മഴ പെയ്യുന്നത്. സാധനങ്ങളെല്ലാം താഴെ എത്തിച്ചപ്പോഴാണ് നല്ല മഴ വന്നത് കേട്ടോ. അപ്പം കണ്ടോ, അത്രയും വെള്ളം ഇങ്ങോട്ടേക്ക് വന്ന് കുറേയൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ആപ്പവണ്ടിയിലും പിന്നെ കുറച്ച് ഞങ്ങൾ, എൻ്റെ ഉപ്പ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ വണ്ടിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കാറിലും, അങ്ങനെ എല്ലാം കൂടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഉമ്മാനെയും അനിയത്തിനെയും മക്കളെയും വീട്ടിലാക്കിയിട്ട് അവർ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഒരു സങ്കടമുണ്ട്. കറക്റ്റ് 9:30 നമ്മൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തത്. ഓക്കെ, ഞങ്ങൾ പോവാം. ഓക്കെ, നല്ല മിന്നൽ. ഇല്ല, അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് വിട പറഞ്ഞിട്ട് എന്തോ ഒരു വിഷമം. 11 മാസം നമ്മളിവിടെ നിന്നു. വാ, നല്ല രസമായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കൊരു വിഷമം, നിങ്ങൾക്കെന്തൊരു വിഷമം? ഉമ്മൽക്കുന്ന് ഫ്ലാറ്റിൽ നിന്ന് വരുമ്പോൾ ഈ വിഷമമില്ലേന്നല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ എല്ലാവരും നല്ല ടയർഡായിരുന്നു, കുറച്ച് ലേറ്റായി. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് ഫുഡ് പാർസലും വാങ്ങിച്ചു. പിന്നെ ചോറും കറിയൊക്കെ വീട്ടിലുണ്ടല്ലോ, ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ചോറ് കഴിക്കുന്നുണ്ട്, പുറത്തുനിന്ന് വാങ്ങിച്ച ഫുഡ് കഴിക്കുന്നത് അതും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു.
പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചതാ നമ്മൾ പുറത്ത് കാർ പോർച്ചിൻ്റെ അടുത്തൊരു റൂമില്ലായിരുന്നു, വർക്ക് ഫ്രം ഹോമിനുള്ള റൂം. ആ റൂമിൻ്റെ ഉപയോഗത ഇന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കുറേ നനഞ്ഞിട്ടുണ്ടായിരുന്നു, ചളി പിളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമാധാനത്തിൽ ഓരോന്നെടുത്തിട്ട് വീടിനകത്ത് കയറ്റിയാൽ മതിയല്ലോ. എല്ലാം കൂടി വാരി വലിച്ച് വീടിനകത്ത് കയറ്റിയാൽ അവിടെയൊക്കെ ചളി പിളിയാവും. നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ ചട്ടി ഇട്ടപ്പോൾ കണ്ടോ, വിറക് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. നമ്മൾ വിറക് പോലെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് വിറക് എടുത്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കട്ടെ. ചില സമയത്ത് ചില കമൻസിന് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആരോ ചോദിച്ചു, നിങ്ങൾക്ക് സഹായത്തിന് ആളുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങളെ ഈ പണിയൊക്കെ ചെയ്യണമെന്നുള്ളത്. എന്താ ഞാൻ പറയുക അതിനൊക്കെ? ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ, എനിക്കത് ഇഷ്ടമല്ല. കുക്കിങ്ങൊക്കെ ഞാൻ തന്നെ ചെയ്യാം. എനിക്കൊന്ന് സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം ഇവരെ ഞാൻ സഹായത്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഫുൾ പണി എടുപ്പിക്കാനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇവർ വെറുതെ വരുന്നതുമാണ് ഇങ്ങോട്ടേക്ക്. അപ്പം അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആരെടുത്താലും നമ്മൾ വീട് വൃത്തിയായാൽ മതിയല്ലോ. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കണമെന്നൊന്നും ഇഷ്ടമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അപ്പോൾ തേങ്ങ ചിരകി കൊണ്ടുവരുന്നുണ്ട് റുക്കിയാമു. പിന്നെന്താ, പിന്നെ അതുപോലെ തന്നെ മുമ്പ് ഒരു താത്ത ഇല്ലായിരുന്നു, ആ താത്ത ആണോ ഈ ആൾ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതല്ലാതെ വേറെ താത്തയാണ്, പുറത്തുനിന്ന് വരുന്നതാണ്. ഇവർ ഇപ്പോൾ ഉള്ള ആൾ നമ്മളെ വീട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്, ഉമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായത്തിന് ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസമായിട്ട് നമ്മളിവിടെ പുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നൊന്നും ദോശ ചട്ടി കിട്ടിയപ്പോൾ ദോശ ഉണ്ടാക്കാൻ നിന്നപ്പോൾ വിറക് കത്തുന്നില്ല. ഭയങ്കര പണിയായി. കുറേ വിറകുണ്ട്, എല്ലാം നനഞ്ഞിട്ടുണ്ട്. നമുക്ക് വിറക് പൂരം ഉണ്ടാക്കില്ലല്ലോ. അപ്പം ഇക്കാണ്ടും എപ്പോഴും പറയും വിറക് പൂരം ഉണ്ടാക്കി വിറകും ഫുള്ള് നനയും എന്നൊക്കെ. പക്ഷെ നമുക്കറിയാം മഴ പെയ്യും എന്നുള്ളത്. പക്ഷേ വേറെ ഒരു ചാൻസും ഇല്ല, കാരണം അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വിറക് പൂരം ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയോ കത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദോശൻ്റെ ചട്ടി അങ്ങനെ ഒന്നും കത്തിയാൽ പോരാ. ഒന്നെങ്കിൽ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ, അത് രണ്ടിൻ്റെ നടുക്കുള്ള ഫ്ലെയിമിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കേണ്ടത്. അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് അത് നന്നായി കിട്ടാൻ കുറച്ചൊരു പാടാണ്. കിട്ടിയാലോ നല്ല അടിപൊളിയായിട്ടാണ് പോകും. എൻ്റെ വ്യൂവേഴ്സ് കണ്ണ് വെച്ചതാണെന്ന് തോന്നുന്നു. എപ്പോഴും പലരും പറയാറുണ്ട്, ഇത്താൻ്റെ ദോശ നല്ല ക്രിസ്പി ആണല്ലോ, നല്ല പെർഫെക്റ്റ് ആണല്ലോ എന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ അവസ്ഥകളും നമുക്ക് വരാറുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല എന്നുള്ളൂ. എപ്പോഴും ദോശൻ്റെ മാവ് പെർഫെക്റ്റ് ആവണം എന്നില്ല കേട്ടോ. ഇതിപ്പം മാവിൻ്റെ പ്രശ്നമല്ല, ഇതിപ്പം അടുപ്പത്ത് വെക്കുമ്പോഴേ ഈ ചട്ടി ചൂടായി കിട്ടാനുള്ള പാടുണ്ടല്ലോ. അപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചട്ടി നല്ല ചൂടാവാനും പാടില്ല, നല്ല ചൂട് കുറയാനും പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് മൂടില്ലാത്ത ദിവസങ്ങളൊന്നും ദോശ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാനിന്ന് 1-2 ദോശയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, എല്ലാതും ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഈ റിസ്ക് എടുത്തില്ല, വേഗം സ്റ്റവിലോട്ട് മാറ്റി. സ്റ്റവിൽ വെച്ചാൽ വേഗം എളുപ്പത്തിലാവും, പക്ഷേ ഈ അടുപ്പത്ത് വെച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിക്കുന്നവർക്ക് അറിയുള്ളൂ. നല്ലൊരു ക്രിസ്പിനെസ് കുറച്ചും കൂടെ ഒന്ന് കൂടും, എന്തോ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന ദോശ. നമ്മളെ വീട്ടിൽ തറവാട് വീട്ടിലെപ്പോഴും ദോശ ചോറ് ഇത് അടുപ്പത്തേ ഉണ്ടാക്കാറുള്ളൂ, ചിലപ്പം കറികളും. അപ്പോൾ ഇത് തലേ ദിവസത്തെ കറി കേട്ടോ, കടലക്കറി. എപ്പോഴും ഉക്കാക്ക് ഇവിടെ കറി എന്തെങ്കിലും വേണം. വലിയ കാര്യത്തിൽ കറി ഉണ്ടാക്കും, എന്നാലോ കുറച്ചൊന്ന് കഴിച്ചാട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ വൈകുന്നേരം കഴിക്കില്ല. അപ്പോൾ പിന്നെ 2 ദിവസത്തിനും കൂടി ഒരു കറിയാണ് നല്ലത്. ഇതിപ്പോൾ കൊടുത്തിട്ട് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടെന്ന്. അപ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റവിൽ വെച്ചപ്പം ദോശ നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാവിൻ്റെ പ്രശ്നമല്ല, ഇത് അടുപ്പിൻ്റെ പ്രശ്നമാണ്, അതായത് ചൂടിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ നീർദോശ എന്നുള്ള സംഭവം നന്നാവണമെങ്കിൽ നമ്മൾ കലക്കിയ മാവ് റെഡി ആവണം, അരിപ്പൊടി നന്നാവണം, ദോശച്ചട്ടി നന്നാവണം, ചട്ടി ചൂട് പാകത്തിനാവണം. എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ദോശ നന്നാവണം കേട്ടോ. അത് പിന്നെ നമ്മൾ ഈ ഭാഗത്തുള്ളവർക്ക് കോമൺ ആയിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അത്ര വലിയ സംഭവമൊന്നുമില്ലത്. പക്ഷെ പുറത്ത് ഇത് ഉണ്ടാക്കാത്തവർക്ക് ഇത് റെഡിയായി കിട്ടാൻ കുറച്ചൊരു സമയം എടുക്കന്നെ വരും. അപ്പോൾ ദോശ ഒഴിക്കുന്നുണ്ട്, അപ്പുറത്ത് ചോറിനുള്ള വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ കഷ്ടപ്പെട്ട് വിറകെത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലുമിനിയം ചട്ടി യൂസ് ചെയ്യണ്ട അത് ഇതെന്നൊക്കെ.
നമ്മൾ ചട്ടിയിലൊന്നുമല്ല ഓരോ അസുഖവും കിടക്കുന്നത്. അലുമിനിയം നല്ല ബെസ്റ്റ് ക്വാളിറ്റി അലുമിനിയം ഉണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അലുമിനിയം ആണെങ്കിലും നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഒരു സമയം കഴിഞ്ഞ് നമ്മൾ ഒഴിവാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്നും നമ്മളിനി എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴി തങ്ങൂല, അത് വേറെ കാര്യം. ഓക്കെ, എന്നാലും അലുമിനിയം നല്ല അലുമിനിയം ഉള്ളതുണ്ട്. അലുമിനിയത്തിൽ നമ്മൾ മൊത്തത്തിലുണ്ട് കരിവാരി തേക്കണ്ട. ഓക്കെ, സ്റ്റീൽ തന്നെ നല്ലത്, എന്നാലും അലുമിനിയത്തിൽ നല്ലത് യൂസ് ചെയ്താൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ എത്ര തന്നെ മഴ പെയ്താലും രാവിലെ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചൂട് വീണ്ടും വന്നു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ വേറെ കാര്യം എന്ന് കുറേ പറയുന്നുണ്ടെന്ന് തോന്നുന്നു വോയിസ് കൊടുക്കുമ്പോൾ. അടവ് നമ്മൾ രാത്രിയിൽ ഈ ഫ്ലാറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ മീനും വാങ്ങിച്ചിരുന്നു. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, മീൻ കിട്ടില്ലല്ലോ. അപ്പോൾ മീൻ അടവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടവാണെങ്കിൽ കുഞ്ഞ് അടവ് കേട്ടോ. അപ്പം അത് റുക്കാകുമ്പോൾ ഇരുന്ന് മുറിക്കുന്നുണ്ടായിരുന്നു. മുറിച്ച് ഞാനിപ്പോൾ അതാ കായം തേക്കുന്നത്. അപ്പം നോക്കിയപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് വലിയ അടവൊക്കെ ആയിരുന്നു കണ്ടത്. പക്ഷേ മസാല വെച്ച് കട്ട് ചെയ്ത് വന്നപ്പം ചെറുതായിപ്പോയി. പക്ഷെ സംഭവം നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടോ. ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇക്കാക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്, മീൻ മസാല വെച്ചേക്കുന്നു. മീൻ ഞാൻ കറി ഉണ്ടാക്കണം വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരൊറ്റ തക്കാളി പോലും ഇല്ല. ഇനിയിപ്പോൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം. നമ്മളിങ്ങനെ വീട് നിന്ന് സെറ്റാവാനുള്ളൊരു പാട് കുറച്ചൊന്നുമില്ല. അത് ഇങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞവർക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം. മഴ പെയ്തപ്പോൾ ആകെ മൊത്തം അന്തം വിട്ട സ്ഥിതിയാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഇതിപ്പോൾ എവിടെ നിന്ന് പൂച്ച പോലും വരാത്തതാണല്ലോ ഈ സ്ഥലത്തൊക്കെ. വീട്ടിൽ പീക്കൊക്കെ വന്നല്ലോ. അതാ പോണ, പോയി. ഇപ്പം എവിടെ വന്ന് പീക്കോക്ക് അതാ പീക്കോക്ക് ഇപ്പം എവിടെ വന്ന് ഇപ്പം എവിടെ വന്ന് അയ്യോ ഇവിടെ എന്താ വഴി തെറ്റി വന്നില്ല. ഇക്ക പിന്നെ പള്ളിയിൽ പോവാണ്. അപ്പോൾ ഇനി പള്ളിയിൽ പോയി വരുമ്പോഴേക്കും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. ഇൻഷാ അല്ലാ ഫുഡൊക്കെ റെഡി ആവണം. ഇപ്പോൾ എൻ്റെ പണി ഇതാണ്, വീട്ടിൽ അന്നന്നുള്ള ദിവസങ്ങൾ അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക തന്നെയാണ്. വേറെ നിർവാഹമില്ല. നല്ല കോണ്ടൻറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം കിട്ടില്ല. പിന്നെ എന്നും പോസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വ്യൂവേഴ്സ് ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. സാമ്പാർ കേട്ടത്, സാമ്പാർ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലാറ്റിൽ വന്നപ്പം നാത്തൂന് സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഭയങ്കര ഉപകാരത്തിൽപ്പെട്ട്. അപ്പോൾ ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, മീൻ ഫ്രൈ ആക്കുന്ന കറി ഓൾറെഡി ഉണ്ട്. ഉപ്പേരിക്കായിട്ട് ഐറ്റംസ് ഉണ്ട്, പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച എന്നതുകൊണ്ട് എനിക്കും കുറേ പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഉപ്പേരി ഉണ്ടാക്കാനൊന്നും വന്നിട്ടില്ല. വേഗം മീൻ ഫ്രൈ ആക്കി എന്താ പറയുക, ഇനി ഒക്കെ വരുമ്പം ചോറ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ 2 ട്രിപ്പായിട്ടാണ് മീൻ ഫ്രൈ ആക്കി വെച്ചത് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് ഞാൻ മോളെ കുളിപ്പിക്കാൻ പോയിരുന്നു, റൂഹിമോളെ പുറത്തുനിന്നാണ് കുളിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആൾ നല്ല അടിപൊളി മൂഡിലാണ്. അപ്പം അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ എടുക്കുമ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. പുറത്ത് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആ കുളിപ്പിച്ച് കണ്ട് ആ വെള്ളം കൊണ്ട് കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മറക്കണ്ട, എപ്പോഴും പറയുന്ന പോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇരുന്ന് മുഴുവനായിട്ട് കാണും കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.